പശ്ചിമേഷ്യയിൽ അതിശക്തമായുള്ള യുദ്ധം തുടരുകയാണ്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ആക്രമണം നടക്കുന്നുണ്ട്. മധ്യ ഇറാനിലെ ആണവ കേന്ദ്രത്തിന് സമീപം ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടുവെന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആണവ ചോർച്ച സാധ്യത IAEA തള്ളി. ഗൾഫ് മേഖല ലക്ഷ്യമിട്ടും ആക്രമണം നടത്തുകയാണ്. ഒമാനിൽ എണ്ണ ടാങ്കറിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. അതിനിടെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിനിടെ പരിക്കേറ്റ അയത്തുള്ള അലി ഖമനേയുടെ ഭാര്യയും മരിച്ചു. യുദ്ധത്തിൽ ഇസ്രായേലിന് നൽകുന്ന പിന്തുണയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന പിന്തുണയ്ക്കും നെതന്യാഹു നന്ദി പറഞ്ഞു. വിവരങ്ങളുമായി മനു ഭാരത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, യുദ്ധം അങ്ങനെ തുടരുകയാണ്. സമാധാനം അകലെ എന്ന് വേണമോ ഈ സമയം പറയാൻ? എൽദോ, നമ്മൾ നേരത്തെ ഈ നതാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം നടന്നതിനെ സംബന്ധിച്ചുള്ള വിവരം പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. അത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കുകയും അവർ വിയന്നയിൽ അടിയന്തര യോഗം ചേരുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ആണവ കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത്തവണ മധ്യ ഇറാനിലെ ഇഷ്ഫഹാൻ എന്ന നഗരത്തിന് സമീപത്തുള്ള ആണവ കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നത്. അവിടെ വലിയ ശബ്ദം കേട്ടു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. അതേസമയം നതാൻസിൽ ആണവ ചോർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാലും അതോടൊപ്പം തന്നെ ആറ്റോമിക് എനർജി ഏജൻസി ഇത് ഗൗരവത്തോടെ എടുക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതിന് ശേഷം ഇതാ തുടർച്ചയായി രണ്ടാമത്തെ തവണയും ഈ ഇഷ്ഫാൻ കേന്ദ്രത്തിൽ അവിടെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. അത് വലിയ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഈ രംഗത്തുള്ള എല്ലാ വിദഗ്ധരും പറയുന്നു. ആയിരക്കണക്കിന് മനുഷ്യരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം വരും ഏതെങ്കിലും തരത്തിൽ ആണവ ചോർച്ച കണ്ടെത്തിയാൽ. അതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ കനത്ത സംയമനം പാലിക്കണം എന്ന് ഉള്ള നിർദ്ദേശങ്ങൾ ഈ അന്താരാഷ്ട്ര സമൂഹം നൽകുമ്പോഴാണ് അത് അവഗണിച്ചുള്ള ഈ തുടരെയുള്ള ആക്രമണം എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമാവുകയാണ്. ഏതായാലും വലിയ ആശങ്കയ്ക്ക് ഈ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണം വലിയ ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഈ ഇറാനിലെ പരമോന്നത നേതാവിനെ കൊല ചെയ്യപ്പെട്ടത് അത് ഒരു റെക്ലെസ് മാനറിലായിപ്പോയി. അത് ഈ ഖമനേയിയുടെ മരണം ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന ഒരു അപായ സൂചന കൂടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഈ ട്രംപ് പറയുന്നത് 49 ഇറാൻ നേതാക്കളെ പലതരത്തിൽ വധിക്കാൻ കഴിഞ്ഞു എന്ന ഒരു കണക്ക് ട്രംപ് പുറത്തുവിടുന്നു. ട്രംപ് പറയുന്നത് ഒരു വലിയ യുദ്ധ തരംഗം തന്നെ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. വലിയ ഭീമാകാരമായ സൈനിക നടപടിയാണ് ഇറാനുമേൽ നടക്കാൻ പോകുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. CNN നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. താൻ ഇതുവരെ അടിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. ഇത് തുടക്കം മാത്രം. ഇനിയാണ് യഥാർത്ഥ അടി വരാനിരിക്കുന്നതാണ് ഇതിനേക്കാൾ ഭീകരം എന്നത്. ദ ബിഗ് വേവ് ഹാസൻറ്റ് ഈവൻ ഹാപ്പൺ, ദ ബിഗ് വൺ ഈസ് കമ്മിങ് സൂൺ എന്നാണ് ട്രംപിൻ്റെ പ്രയോഗം. എന്ന് വെച്ചാൽ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളല്ല, വരാനിരിക്കുന്ന ആക്രമണമാണ് ഇനി ഏറ്റവും വലുതായിരിക്കുക എന്ന തരത്തിലുള്ളൊരു പ്രതികരണം ട്രംപ് നടത്തുമ്പോൾ അത് വലിയ ആശങ്കയ്ക്ക് തന്നെ വഴിവെക്കുന്നു. അതോടൊപ്പം തന്നെ ട്രംപ് പറയുന്നു, ഐ ഡോണ്ട് വോണ്ട് ടു സീ ഇറ്റ് ഗോ ഓൺ ടു ലോങ് എന്നാണ്. ഇത് 4 ആഴ്ച കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കും, അതിനുള്ളിൽ ഇറാനെ തീർക്കും എന്ന ഒരു പ്രഖ്യാപനം നൽകുന്നു. അത് 4 ആഴ്ചയാണ് പദ്ധതിയിട്ടത്. ഒരുപക്ഷെ ആ പ്രാധാന്യത്തിന് ആ 4 ആഴ്ചയ്ക്ക് മുന്നിൽ അത് തീർക്കാൻ കഴിയുമോ എന്ന ഒരു നിലപാട് കൂടി വ്യക്തമാക്കുകയാണ്. ഏതായാലും ഈ ആക്രമണത്തിൽ അബുദാബിയിൽ നിന്നൊക്കെ ആളുകൾ മടങ്ങിയെത്തുന്നതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. അവിടെ കുടുങ്ങിക്കിടന്ന പല ആളുകളും മടങ്ങി വരികയാണ്. ട്രംപ് ഈ വെസ്റ്റ് ഏഷ്യൻ വാറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ
ഇപ്പോൾ വൈകാതെ തന്നെ അദ്ദേഹം ഒരു ടെലിവിഷനിൽ ഒരു പ്രസ്താവന രാജ്യത്തോട് നടത്തും. CNN നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ചില ശക്തമായ പ്രതിഫലനങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ട്രംപിൻ്റെ ഒരു എന്തായിരിക്കും പ്രസ്താവന എന്നത് വൈകാതെ ഉണ്ടാകും. ട്രംപ് വൈകാതെ മാധ്യമങ്ങളെ കാണും, പ്രതികരിക്കുമെന്ന വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ എന്താണ് ട്രംപ് പറയാൻ പോകുന്നത് എന്നത് അതീവ ഗൗരവത്തോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ട്രംപ് CNN നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് 49 സുപ്രധാനമായ ഇറാനിയൻ നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ട്രംപ് പറയുന്നത് ഇറാൻ ബഹ്റിനെയും ജോർദാനെയും കുവൈറ്റിനെയും ഖത്തറിനെയും ആക്രമിച്ചു എന്നതും തന്നെ ആശ്ചര്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ട്രംപ് പറയുന്നത് അമേരിക്കൻ സേനാംഗങ്ങളെ ഇറാനിലേക്ക് അയക്കും, അത് ആവശ്യമെന്ന് തോന്നിയാൽ അമേരിക്കൻ സേനാ അംഗങ്ങളെ ഇറാനിലേക്ക് അയക്കും. അപ്പോൾ കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും, ഭരണം പിടിച്ചെടുക്കുമെന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു പ്രയോഗമാണത്. അമേരിക്കൻ ട്രൂപ്പുകൾ ഇറാനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ എയർ സ്ട്രൈക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ കരയുദ്ധം നടക്കുക അല്ലെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ആ പ്രശ്നങ്ങൾ അശാന്തിക്ക് ശേഷം ഇപ്പോൾ അബുദാബിയിൽ നിന്നും പുറപ്പെട്ട ആദ്യ വിമാനം എത്തി. ഡൽഹിയിൽ എത്തിച്ചേർന്ന വിമാനത്തിൽ നിന്ന് അവിടെ യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ അശാന്തിയുടെ സ്ഥലത്ത് നിന്ന് അവർ ഇന്ത്യയിലേക്ക്, സ്വന്തം മണ്ണിലേക്ക് എത്തിയതിൻ്റെ ആശ്വാസത്തിലായിരിക്കും സ്വാഭാവികമായും. ആദ്യ വിമാനം അബുദാബിയിൽ നിന്ന് പുറപ്പെട്ടത് ഇതാ ഇന്ത്യയിലെത്തിയിരിക്കുന്നു. അവിടെ നിന്നും വന്ന യാത്രക്കാർ ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഡൽഹിയിൽ പുറത്തേക്ക് വരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനു, ഇപ്പോൾ യാത്രക്കാർക്ക് അവിടുന്ന് മടങ്ങിയെത്തിയവർ നാട്ടിലെത്താൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസം പങ്കുവയ്ക്കുന്നു. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്കായി പ്രത്യേക സർവീസ് UAE ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം ഈ ഭാഗികമായി സർവീസുകൾ പല വിമാന കമ്പനികളും ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ആദ്യ സംഘം അബുദാബിയിൽ നിന്ന് ആദ്യ സംഘം ഇപ്പോൾ ഡൽഹിയിൽ എത്തുന്നത്. ദില്ലി വിമാനത്താവളത്തിൽ ആദ്യ സംഘം എത്തിയിരിക്കുന്നു. പലരുടെയും മുഖത്ത് വലിയ ആശ്വാസം, യുദ്ധമുഖത്ത് നിന്ന് വരുന്ന തലത്തിൽ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതിന് മുമ്പ് നാട്ടിലെത്താൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസം നമുക്ക് അവരിലൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഗൾഫ് മേഖലയിൽ വ്യാപകമായ ആക്രമണം തുടരുന്നു എന്നതും ഈ ആക്രമണം അവസാനിക്കണം എന്നതും ഒക്കെ വലിയ ആവശ്യമായി പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നു. എയർ ഇന്ത്യ ഇപ്പോൾ പറയുന്നത് സാഹചര്യങ്ങളെ കുറെ കൂടി വളരെ അടുത്ത് നോക്കുന്നു. കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ, അത് സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായി സാഹചര്യത്തെ വളരെ വളരെ അടുത്ത് ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുവെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു. അതോടൊപ്പം ട്രംപിൻ്റെ ഒരു പ്രതികരണത്തിനായി എല്ലാവരും കാത്തിരിക്കുന്നു. മധ്യേഷ്യയിൽ കൂടുതൽ കനത്ത ആക്രമണങ്ങൾ ഉണ്ടായേക്കും എന്ന സൂചന തന്നെയാണ് ട്രംപ് CNN നൽകിയ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഖത്തറിൽ 2 ഇറാനിയൻ ഫൈറ്റർ ജെറ്റുകൾ ഇപ്പോൾ തകർത്തതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഖത്തർ പ്രതിരോധ മന്ത്രിയാണ് ഇത് വ്യക്തമാക്കുന്നത്. നേവൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു, 5 ഇറാനിയൻ ഡ്രോണുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ 2 ഫൈറ്റർ ജെറ്റ് എയർക്രാഫ്റ്റുകൾ വെടിവെച്ച് താഴെയിടാൻ ഖത്തറിന് കഴിഞ്ഞതായി ഖത്തർ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്കാണ് ഈ യുദ്ധം നീങ്ങുന്നത്. ഇത് അവസാനിക്കുന്ന സൂചനകളല്ല. എത്രയും പെട്ടെന്ന് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. ഇപ്പോൾ ഇൻഡിഗോ വിമാനവും ഇവാക്വേഷൻ നടപടികളിലേക്ക് ഭാഗികമായി സർവീസുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ഇൻഡിഗോ 10 പ്രത്യേക ദുരിതാശ്വാസ മേഖലയിലേക്ക് എന്ന തരത്തിൽ പ്രത്യേക സ്പെഷ്യൽ റിലീഫ് വിമാനങ്ങൾ ജിദ്ദയിലേക്ക് അയക്കും. അത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ജിദ്ദയിൽ നിന്ന് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിങ് അബ്ദുള്ള രണ്ടാമൻ, ജോർദാനിലെ കിങ് അബ്ദുള്ള രണ്ടാമനുമായി അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നു. അബ്ദുള്ള രണ്ടാമനിൽ നിന്ന് അതുപോലെ തന്നെ പ്രധാനമന്ത്രി മറ്റ് പല രാഷ്ട്രത്തലവന്മാരുമായും ഒക്കെ നേരത്തെയും ചർച്ചകൾ നടത്തി. രാജ്യത്തിലെ ഇന്ത്യക്കാരായ പൗരന്മാർ, അവിടെ പ്രവാസികളായുള്ളവരുടെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചാണ് പ്രധാനമായി തൻ്റെ ആശങ്ക എന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയും ഒക്കെ ചെയ്തു.
പ്രധാനമന്ത്രി ഇപ്പോൾ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് സ്പോക്ക് വിത്ത് ഹിസ് മെജസ്റ്റി കിങ് അബ്ദുള്ള സെക്കൻഡ് എന്ന. അപ്പോൾ ജോർദാനിലെ രാജാവിനോട് സംസാരിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. കൺവേഡ് അവർ ഡീപ് concern at the evolving situation in the region. We reaffirm our support for peace, security and the well-being of people of Jordan എന്ന് പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പറയുന്നു. അവിടുത്തെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ജനക്ഷേമത്തിനും വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഇന്ത്യയിൽ നിന്ന് നൽകുമെന്ന് ജോർദാൻ രാജാവിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകുന്നു. മാത്രവുമല്ല, അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ സമൂഹത്തെ, ജോർദാനിലുള്ള ഇന്ത്യൻ സമൂഹത്തെ സുരക്ഷിതരായി വെക്കണമെന്ന ആഗ്രഹം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അത് ഇതുവരെ ചെയ്തിരിക്കുന്നു. അതിന് നന്ദിയും പ്രധാനമന്ത്രി ജോർദാൻ രാജാവിനെ അറിയിച്ചു എന്ന് ഇപ്പോൾ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ട്രംപ് ഇപ്പോഴും നൽകുന്ന CNN-ലൊക്കെ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ നിന്ന്, അതുപോലെ ന്യൂയോർക്ക് പോസ്റ്റുമൊക്കെ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് കുറെ കൂടി ആശങ്ക പരത്തുന്ന വിവരങ്ങൾ തന്നെയാണ്. കാരണം ഗ്രൗണ്ട് ട്രൂപ്സിനെ അയക്കും ഇറാനിലേക്ക് എന്ന് ട്രംപ് പറയുന്നു. അത് കരയുദ്ധം ഇത് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സാധാരണഗതിയിൽ ഈ വ്യോമ ആക്രമണം എന്നത് മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്ക് മാത്രമേ നടക്കൂ. പക്ഷേ കരയുദ്ധം വരുമ്പോൾ മൊത്തം സിവിലിയൻസിനെയും സാധാരണ ജനവിഭാഗത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ അതുണ്ടാകുമെന്നൊക്കെ ട്രംപ് പറയുമ്പോൾ അത് വലിയ ആശങ്കയ്ക്ക് ഒരു വഴി തുറക്കുകയാണ്. ഇന്ന് ഇപ്പോൾ 357 വിമാനങ്ങളെ ഓപ്പറേഷനുകളാണെന്ന് ക്യാൻസലായിരിക്കുന്നത്. അപ്പോൾ വ്യോമയാന മന്ത്രാലയം ഈ സാഹചര്യമൊക്കെ അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നു. മാത്രവുമല്ല, ഇവിടെ ആളുകളെ മടക്കിയെത്താനൊക്കെയുള്ള പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഒക്കെ വ്യോമയാന മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അത് ഈ പാസഞ്ചർ അസിസ്റ്റൻസ് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിരിക്കുന്നു. ആ കൺട്രോൾ റൂമിൻ്റെ നമ്പറുകൾ 011460484283 എന്ന ഈ കൺട്രോൾ റൂം നമ്പർ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നു. മറ്റൊരു നമ്പർ കൂടി നൽകിയിട്ടുണ്ട്, 011224632987. ഇത് ഇത്തരം വിമാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഒരു കൺട്രോൾ റൂം അസിസ്റ്റൻസ് ആണ് നൽകുന്നത്. ഈ PACR പാസഞ്ചർ അസിസ്റ്റൻസ് കൺട്രോൾ റൂം നമ്പറുകളാണ്. ഇത് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം, ഇത് ഇപ്പോൾ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം നൽകിയിരിക്കുന്നു. അപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഈ നമ്പറുകൾ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാത്രവുമല്ല, ഇത് ഇറാൻ ഇപ്പോൾ ഒരു സന്ദേശം നൽകിയിരിക്കുന്നത് തങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളോട് പ്രത്യേകിച്ച് ഒരു വിദ്വേഷവുമില്ല എന്ന ഒരു പ്രതികരണം ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഏതായാലും പക്ഷേ ഈ പലയിടങ്ങളിലും ആക്രമണം നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എനിക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഇറാനിലെ ഷെമേഷ് എന്ന പ്രദേശത്ത്, ബെയ്റ്റ് ഷെമേഷ് എന്ന പ്രദേശത്ത് ആക്രമണം നടന്ന സ്ഥലം ബെന്യാമിൻ നെതന്യാഹു സന്ദർശിച്ചു. അവിടെ അദ്ദേഹം പോയി നേരത്തെ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ആസ്ഥാനത്തേക്ക് ആക്രമണം നടത്തിയെന്ന് റവല്യൂഷണറി ഗാർഡുകൾ, ഇറാനിലെ റവല്യൂഷണറി ഗാർഡുകൾ പ്രഖ്യാപിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില, അദ്ദേഹത്തിന് ആക്രമണത്തിൽ പരിക്കേറ്റു എന്നതിനെ സംബന്ധിച്ച് അവ്യക്തത എന്നൊക്കെയാണെങ്കിൽ റവല്യൂഷണറി ഗാർഡുകൾ പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിനുശേഷം പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയും അവിടെ ഈ ബെയ്റ്റ് ഷെമേഷ് എന്ന ഈ പടിഞ്ഞാറൻ ജെറുസലേമിലെ ബെയ്റ്റ് ഷെമേഷ് എന്ന പ്രദേശത്ത് ഇറാനിയനിൽ നിന്നുള്ള അക്രമത്തിൽ തകർന്ന സ്ഥലങ്ങൾ പ്രദേശം സന്ദർശിക്കുകയും ചെയ്തു. റോറിംഗ് ലയൺ അഥവാ ഗർജിക്കുന്ന സിംഹം എന്ന പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേൽ ശക്തമായി ഉള്ള പോരാട്ടം നടത്തുന്നുവെന്ന് ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു. അദ്ദേഹം ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങൾ നൽകുന്ന പിന്തുണയെയും അതുപോലെ നിലനിൽപ്പിനെതിരെയുള്ള ഒരു ഭീഷണിയായി ഇറാൻ വരുമ്പോൾ അതിനെതിരെ ലോകം മുഴുവൻ തങ്ങൾക്ക് പിന്തുണ നൽകുന്നു. അത് വലിയ ഒരു ആത്മവിശ്വാസം എന്ന നിലയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നു. ഒപ്പം ഇത് ടെഹ്റാനെ ഒരു ടെററിസ്റ്റ് കേന്ദ്രം എന്ന തരത്തിൽ, അത് തീവ്രവാദത്തിൻ്റെ പ്രഭാവ കേന്ദ്രം എന്ന തരത്തിലൊക്കെ തന്നെയാണ് ബെന്യാമിൻ നെതന്യാഹു ചിത്രീകരിക്കുന്നത്. അവിടുത്തെ സാധാരണക്കാരെ മനുഷ്യരെ കൊല ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്.
ട്രയൻസ് ഓഫ് തെഹ്റാൻ, അവിടുത്തെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു. അവിടുത്തെ വഞ്ചകർ എന്ന ചതിയന്മാർ എന്ന തരത്തിൽ ഉള്ള ഒരു പ്രതികരണമാണ് അവിടുത്തെ ഭരണകൂടത്തെ, നിലവിലെ ഭരണകൂടത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്. ഏതായാലും അമേരിക്കയും യൂറോപ്പുമൊക്കെ സംയുക്തമായി ഈ ദൗത്യത്തിൽ നൽകുന്ന പിന്തുണയെ പ്രശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും സുപ്രധാനമായ കാര്യം നമ്മുടെ പ്രവാസി ലോകം മടങ്ങി വരിക എന്നത് തന്നെയാണ്. അവർക്ക് സുരക്ഷിതമായി അവിടെ ഇരിക്കാൻ കഴിയുക എന്നതാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായി മടങ്ങി വരാൻ കഴിയുക എന്നുള്ളതാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ ഒരു പ്രസ്താവന വിട്ടിരിക്കുന്നു. ചില മസ്കറ്റിലേക്കൊക്കെയുള്ള ചില സർവീസുകൾ ആരംഭിക്കുന്നുവെന്ന് പറയുന്നു. ഫസ്റ്റ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ് മസ്കറ്റിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് വരും. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ഫ്ലൈറ്റ്സ് ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് സസ്പെൻഡ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്നുണ്ട്. ഒപ്പം മറ്റൊരു ഒരു വലിയ പ്രശ്നം ഈ എണ്ണ ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ്. ഓയിൽ ടാങ്കർ ബഹ്റൈൻ പോർട്ടിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. അത് വലിയ അഗ്നിബാധയ്ക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. അവിടെ ഒരു കപ്പൽ ബഹ്റൈൻ പോർട്ടിൽ ആക്രമിക്കപ്പെട്ടു. അത് എവിടെ നിന്നാണ് ഈ മിസൈൽ പ്രൊജക്ടൈൽ വന്ന് അതിലേക്ക് പതിക്കുകയായിരുന്നത്, എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടതെന്നത് വ്യക്തമായിട്ടില്ല. പക്ഷേ ഒരു എണ്ണ ടാങ്കർ ഇതേപോലെ ആക്രമണത്തിൽ അത് നശിച്ചിരിക്കുന്നു എന്ന, അല്ലെങ്കിൽ അത് അഗ്നിബാധയ്ക്ക് ഇരയായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ എണ്ണക്കപ്പലിൽ അതിൻ്റെ ഓണർ, ഒരു ക്രൂ, അതിലൊരംഗം മരിച്ചതായും ഒക്കെയുള്ള വ്യക്തമാക്കുന്നത്. ഇതൊരു സ്വീഡിഷ് കമ്പനി നടത്തുന്ന എണ്ണക്കപ്പലാണ്. അതിലേക്ക് ആക്രമണം വന്നിരിക്കുന്നു. ഒപ്പം അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ റവല്യൂഷണറി ഗാർഡ്സ് ഇപ്പോൾ 500 US കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തും എന്ന വിവരങ്ങൾ പുറത്ത് വിടുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റവല്യൂഷണറി ഗാർഡുകളിൽ നിന്നുള്ള വിവരം. അതേസമയം ഈ ഇറാനിലെ ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണം ഏത് തരത്തിൽ എന്ത് പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. ദുബായ് എയർപോർട്ടിൽ ചില വിമാനങ്ങൾ ഇപ്പോൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു. ചില ഫ്ലൈറ്റുകൾ അവിടുന്ന് റെസ്യൂം ചെയ്യും, വീണ്ടും പ്രവർത്തനം ക്ഷമമാകും എന്ന വിവരങ്ങൾ നൽകുന്നു. ദുബായിൽ നിന്നും അബുദാബി എയർപോർട്ടിൽ നിന്നുമൊക്കെ വിമാനങ്ങൾ ഭാഗികമായി സർവീസുകൾ നടത്താൻ കമ്പനികൾ മുന്നോട്ട് വരുന്നു. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ദുബായ് വേൾഡ് സെൻറ്ററിലെ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുമൊക്കെ സർവീസുകൾ ആരംഭിക്കും എന്ന വിമാന കമ്പനികൾ സർവീസുകൾ ആരംഭിക്കുമെന്ന് ഉള്ള വിവരങ്ങൾ വരുന്നു. എമിറേറ്റ്സും അതുപോലെ ലോ കോസ്റ്റ് കാരിയർ ഫ്ലൈ ദുബായും ഒക്കെ ഇതുപോലെ സർവീസുകൾ ആരംഭിക്കാനിരിക്കുന്നു. എത്തിഹാദ് എയർവേസ് ആകട്ടെ അത് അബുദാബിയിൽ നിന്ന് സർവീസ് ആരംഭിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇത് 18 അമേരിക്കൻ സൈനികർ വളരെ ഗുരുതരമായി പരിക്കേറ്റതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അമേരിക്കൻ സേന തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകുന്നത്. 4 പേർ അമേരിക്കൻ സേനയിലെ കൊല്ലപ്പെട്ടതായും വിവരങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ മധ്യേഷ്യയിൽ ഈ അശാന്തി തുടരുകയാണ്. അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ്. ഇത് അന്തരീക്ഷത്തിൽ വെച്ച് പ്രത്യാക്രമണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയും പുകയുമൊക്കെയാണ് ആളുകളെ ആകെ ആശങ്കാഭരിതരാക്കുന്നത്. അതാണ് ഏറ്റവും ഒരു പ്രയാസകരമായി പല ആളുകളും എടുത്തു കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രയാസകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ദൃശ്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആക്രമണം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും എന്നുള്ളത് വ്യക്തമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഒപ്പം അമേരിക്കൻ വിദേശകാര്യ